ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിലെ ഒരു പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ്. ഒരു സീരീസ് സർക്യൂട്ടാണ്, കൺസിസ്റ്റ് ഓഫ് എ പ്യുവർ റെസിസ്റ്റൻസ് ആൻഡ് പ്യുവർ ഇൻഡക്ടർ. Current and voltage are expressed in two terms. Okay, I of t equal to 5 sin omega sin 314t plus 2 pi by 2. V of t equal to V of t equal to 15 sin omega sin 314t 5 pi by 6 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ നിന്ന് വി എം എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കുന്നു. വി എം എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ ഇക്വേഷനിലേക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. വി എം എന്ന് പറയുന്നത് എത്രയാണ്? 15 വോൾട്ടാണ്. ഇതിന് പകരം ഇവിടെ 15 വോൾട്ടാണ്. അപ്പോൾ വി എം ഈക്വൽ ടു 15 വോൾട്ടാണ്. അടുത്തത് ഐ ഓഫ് ടി തന്നിട്ടുള്ളത് ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണ്. സോ ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആംപിയർ ആണ് ഐ എമ്മിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. ഫേസ് ആംഗിൾ ഉണ്ട് കറണ്ടിൻ്റെ ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 പൈ ബൈ 3 ആണ്. പൈക്ക് പകരം 180 ഡിഗ്രി കൊടുക്കുന്നു. 2 × 180 ബൈ 3 അപ്പോൾ 60 × 2 120. ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 5 പൈ ബൈ 6 ആണ്. അപ്പോൾ 5 × 180 ബൈ 6 180നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30, 5 കൊണ്ട് ഗുണിച്ചാൽ 150 ആണ്. രണ്ടും തമ്മിലുള്ള വോൾട്ടേജ് എന്താണ്? ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയണത് ഫൈ എന്ന് പറയണത് എന്താ വെച്ചാൽ വോൾട്ടേജ്, ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 150 ആണ്. 150 മൈനസ് 120 30 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ദ ഇമ്പിഡൻസ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇത് ആർ എൽ സി സർക്യൂട്ടാണെന്ന് കണ്ടാൽ മനസ്സിലാവുന്നതാണ്. മുകളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി ബൈ ഐ. വി തന്നിട്ടുണ്ട്, ഐ തന്നിട്ടുണ്ട്. മാക്സിമം വാല്യൂ 15/5 ആയാൽ 3 ഓം ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ബി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എത്രയെന്നാണ്. റെസിസ്റ്റൻസിന് മുമ്പായിട്ട് ഈ ഒമേഗ എന്ന് പറയുന്നത് 314 അപ്പോൾ കാരണം ഇക്വേഷൻ നോക്കിയാൽ കറണ്ടിൻ്റെ ഇക്വേഷൻ ആയാലും വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ആയാലും രണ്ടിലും ഒമേഗ ഉണ്ട്. ഒമേഗൻ്റെ അതേ പ്ലേസിൽ തന്നിരിക്കുന്നത് 314 എന്നാണ്. ടി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. 314 ഡിവൈഡഡ് ബൈ 2 പൈ ആണ്. 2 പൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 50 ഹെർട്സ് ആണ് വരിക. ഇനി ചോദിച്ചുള്ളത് റിയാക്റ്റൻസ് കാണാനാണ് ബി ആയിട്ട്. റിയാക്റ്റൻസ് കാണുന്നതിന് മുമ്പായിട്ട് റെസിസ്റ്റൻസ് കാണാനാണ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ R/Z ആണ്. പവർ ഫാക്ടർ കാണാനായിട്ട് കോസ് 30 ചെയ്താൽ മതി. അപ്പോൾ R/Z എന്ന് പറഞ്ഞാൽ R അറിയില്ല, റെസിസ്റ്റൻസ് അറിയില്ല. ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 3 ആണ്. 3നെ 0.866 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കിട്ടും 2.6 ആണ്. അതേപോലെ സി എന്ന് പറയുന്നത് വാട്ട് ഈസ് ആൻ ഇൻഡക്റ്റൻസ് എന്നാണ്. ആദ്യം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കാം. sin 30 എന്ന് പറഞ്ഞാൽ XL/Z ആണ്. അപ്പോൾ XL/3 ആണ്. sin 30 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. 0.5 × 3 എന്ന് പറഞ്ഞാൽ 1.5 ഓം ആണ്. 1.5 ഓം എന്ന് പറഞ്ഞാൽ 2πf × L ആണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ L കണ്ടുപിടിക്കാനായിട്ട് 1.5 ഡിവൈഡ് ബൈ 2 × 3.14 × 50 ചെയ്താൽ 4.78 ഹെൻറിയാണ്. പവർ ഡ്രോൺ ബൈ ദി സർക്യൂട്ട് ചോദിച്ചിട്ടുണ്ട്. പവർ എന്ന് പറയുന്നത് I² × R ആണ്. 5/√3² കാരണം
എന്തുകൊണ്ടാണ് 5/√3 മാക്സിമം വാല്യൂ √2 ആണ്, √3 അല്ല √2 ആണ് എന്തെന്ന് പറയുന്നത് RMS വാല്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് I² × 2.6 32.5 ആണ്. അവസാനമായി ചോദിച്ചിട്ടുള്ള D എന്ന് പറഞ്ഞത് പവർ ഫാക്ടർ എത്രയെന്നാണ്. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos 30 ആണ്, 0.866 ലാഗ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സർക്യൂട്ട് കാണിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുമല്ലോ.